മക്കളെ ഇതിനെ ഒരു കണ്ടന്റും ഇല്ലാതെ എടുത്തതാ, അല്ലാതെ ഇവിടെ ആരെയും ഒന്നും ട്രോൾ ചെയ്തെടുത്തതൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. ആരെയും കളിയാക്കിയോ പരിഹസിക്കുകയോ അപമാനപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതിൽ ഞാൻ പറയുന്നതൊക്കെ എൻ്റേതായിട്ടുള്ള ശൈലി, സ്വതസിദ്ധമായ ആ രീതിയിൽ മാത്രം എടുത്തതാണ്. അല്ലാതെ ഇതിലെങ്ങും വേറെ ഒന്നും കുത്തിക്കയറ്റിയതൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. കാരണം അവിടെ അപ്പോഴുണ്ടായിരുന്നത് ആരൊക്കെയാണോ അവർക്കറിയാത്. ഇനി എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ ദേഹപരമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാൻ ദേവിയാണ്. എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ. ഞാൻ അതെന്നെ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം ഞാൻ കളയാം. അതായത് ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടുന്നതല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ലേ? അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ മോനെ, അത് തന്നെ അവരുടെ സംശയങ്ങൾ അവരൊന്ന് ചോദിക്കുക. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കണം. അപ്പം ആരും വിശ്വാസമല്ല, അതാണ് സത്യം. വിശ്വാസമില്ല, അതാ മോന്റെ കുഴപ്പം. അതല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തരെ കാണുന്നുണ്ട്, എന്ത് ദൈവങ്ങളാണ് ഇവര്, വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ പഠിക്കാനല്ലോ. കുട്ടികള് നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ എന്തിനാ ദൈവത്തെ കണ്ടു പഠിക്കുന്നത്? പിന്നെന്താ നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത്, അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നത്? ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കണം. എന്റെ പൊന്നു കുഞ്ഞ്, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്റെ ദൈവങ്ങളല്ലല്ലോ. എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ, അല്ലേ? അത് മോൻ സൃഷ്ടിച്ചതാണ്. എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവി, അതെ ഞാൻ ദേവിയാണ്. അതെ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. എല്ലാവർക്കും അതുപോലെ ആവൂല. മോനാവില്ല, വേണ്ട, എനിക്ക് എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അല്ല, ആ കുട്ടി പറയട്ടെ. ഞാൻ എന്റെ കാര്യം പറയാണ്. വളരെ രസകരമാ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ്, ഗുരു ദിവ്യ നഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? കാര്യം പറയണല്ലേ? സംശയം. ഓം നമ ശിവായ. 7558875593
ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്തെങ്കിലും ചെയ്യും. അതായത് ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ, മോന് എന്തിനു പൈസ? അല്ല, ഇന്ന് വളരെ രസകരം. മോൻ എന്തിനാണ് കാശ്? പൈസന്റെ ആവശ്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അല്ല, വളരെ രസകരമാണ്, നന്നായിട്ടുണ്ട്. നമുക്കിത് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ചർച്ചകൾക്ക് പോകാം. ആത്മീയ ജീവിതം സമയമായി. അപ്പൊ ഒരു കാര്യം ചെയ്യുമോ? തിയേറ്ററിന് പുറത്തു പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട്, എന്റെ കുഞ്ഞെ മോനെ, എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രവും ഒക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. വല്ല പഞ്ചസാരയോ അരിയോ ഉപ്പും മുളകും ഒക്കെ എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി? അതിന് ദൈവത്തിന് ഉപയോഗിക്കണം. മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ. ഞാൻ ഗുരു നാഗാദിവ്യ സൈരന്ത്രി ദേവിയുടെ കാര്യം പറയുന്നത്. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങള്. ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോടാ. ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അതെ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അപ്പോൾ ബാക്കിയുള്ളവരും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പണിയാണ്. പേര് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. ഇതെന്റെ തൊഴിലാണ്, ഉണ്ടായിട്ടില്ല. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ ഗൂഗിൾ പേ പറയാ? ഇത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് തന്നെയാണ് എല്ലാരും ഇത് തന്നെയാണ് മോന് ചെയ്യുന്നത്. അമ്പലത്തില് മോന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വഴിപാട് കൊടുക്കാറുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചു. അയ്യോ, എന്നെ എടുക്കില്ലേ? അല്ല, ഇത് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനും അതിന്റെ അതിനങ്ങനെ കണ്ടാൽ മതി. അയാൾ അങ്ങനെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവരിങ്ങനെ എന്താണ് മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ വയറ്റിപ്പഴപ്പ്, എല്ലാവരുടെ വയറ്റിപ്പഴപ്പ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. സിനിമയെ പറ്റി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, വെളിയിൽ വന്ന് സംസാരിക്കാം. ഇത് ഷോയുടെ ടൈമൊക്കെ കഴിഞ്ഞു. നമുക്ക്